ശ്രീ ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ ശ്ലോകം 35. ഭയാദ്രണാദുപരതം മംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഭയാത് രണാത് ഉപരതം മംസ്യന്തേ ത്വാം മഹാരഥാ യേഷാം ച ത്വം ബഹുമതാ ഭൂത്വാ യാസ്യസി ലാഘവം. ഭയാദ് രണാദുപരതം മംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഭയം നിമിത്തമാണ് നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതെന്ന് മഹാരഥന്മാർ വിചാരിക്കും. ആരെല്ലാം നിന്നെ നേരത്തെ ബഹുമാനിച്ചുവോ അവർക്ക് നീ നിസ്സാരനായി തീരുകയും ചെയ്യും. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് തൻ്റെ തീരുമാനം തുടർന്ന് പറയുന്നു. ദുര്യോധനൻ, കർണൻ മുതലായ മഹാരഥന്മാർ നീ ഭയന്നിട്ടാണ് സ്ഥലം വിട്ടതെന്നേ കരുതുകയുള്ളൂ. മറിച്ച് സ്വന്തം മുത്തച്ഛനോടും സോദരനോടുമുള്ള കനിവ് കൊണ്ടാണെന്ന് ഓർക്കാനിടയില്ല. തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ പോയതെന്ന് വിചാരിച്ച് നിന്നെക്കുറിച്ച് അവർക്കുള്ള മതിപ്പ് നശിക്കുകയും ചെയ്യും. ശ്ലോകം 36. അവാച്യവാദാംശ ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. അവാച്യവാദാംശ ബഹൂൻ വദിഷ്യന്തി തവ അഹിതാ നിന്ദന്ത തവ സാമർത്ഥ്യം തതഃ ദുഃഖതരം नु കിം. അവാച്യവാദാംശ ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരം नु കിം. ശത്രുക്കൾ നിന്റെ സാമർത്ഥ്യത്തെ നിന്ദിച്ചുകൊണ്ട് പറയരുതാത്ത പല അപവാദ കഥകളും പറഞ്ഞു വരുത്തും. അതിനേക്കാൾ വലിയ ദുഃഖം വേറെ എന്താണുള്ളത്? അർജുനൻ്റെ അസ്ഥാനത്തായ അനുകമ്പ കണ്ടിട്ട് കൃഷ്ണൻ അത് അനാര്യന്മാർക്ക് മാത്രം യോജിച്ചതാണെന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ കൃഷ്ണൻ അർജുനൻ്റെ കരുണഭാവത്തെപ്പറ്റിയുള്ള തൻ്റെ പ്രസ്താവനകൾ സാധൂകരിക്കുകയും ചെയ്തു. ശ്ലോകം 37. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹത വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദ് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹേ കുന്തിപുത്ര, രണഭൂമിയിൽ വധിക്കപ്പെടുകയാണെങ്കിൽ നീ വീരസ്വർഗം പ്രാപിക്കും. അഥവാ ജയിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു സാമ്രാജ്യം ലഭിക്കുകയും ചെയ്യും.
അതിനാൽ നീ യുദ്ധസന്നദ്ധനായി എഴുന്നേൽക്കുക. ജയം അർജുനനാണെന്ന് നിശ്ചയിക്കാനാവില്ല. എങ്കിലും യുദ്ധം ചെയ്തേ തീരൂ. യുദ്ധത്തിൽ മരണപ്പെട്ടാലും സ്വർഗപ്രാപ്തി ലഭിക്കുമല്ലോ. ഹരി ഓം.